രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി തുലച്ച കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടത്തിയ വിദ്യാർത്ഥികളെ നിഷ്ഠൂരമായി മർദ്ദിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും നീറ്റ് പരീക്ഷ അട്ടിമറിക്ക് ഉത്തരവാദിയായ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് SFI ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് ആചരിക്കും. ഇതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ ബന്ദിന്റെ ഭാഗമാവും. കമലേഷ് ചേരുകയാണ്. കമലേഷ്, ദില്ലിയിലെ സമരത്തിൽ ആദ്യഘട്ടം മുതൽ സമരത്തിന്റെ ഭാഗമാണ് SFI അഖിലേന്ത്യാ നേതൃത്വം. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജിയും അതുപോലെ തന്നെ ജോയിന്റ് സെക്രട്ടറി ഐഷ ഘോഷും നിരാഹാര സമരത്തിലടക്കം പങ്കാളികളാകുന്നു. ഇപ്പോൾ കേരളത്തിലേക്കും ആ സമരം വ്യാപിക്കുന്നു. അതിന് പിന്തുണ പ്രഖ്യാപിച്ച SFIയുടെ ഇന്ന് വിദ്യാഭ്യാസ ബന്ദ് നടക്കുകയാണ്. വിശദാംശങ്ങൾ. ഷമി, തീർച്ചയായും ഡൽഹിയിലെ ജന്തർ മന്ദിറിലെ CJPയുടെ പ്രക്ഷോഭം, വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം വലിയ ഒരു മുന്നേറ്റമായി തന്നെ മാറുകയാണ്. ആ മുന്നേറ്റത്തിൽ ആദ്യഘട്ടം തൊട്ട് ഏറ്റവും സജീവമായ പിന്തുണയും എല്ലാ സഹായവുമായി SFI ഉണ്ട്. SFI ഉൾപ്പെടെയുള്ള പുരോഗമന വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെല്ലാം ആ സമരത്തിന്റെ ഭാഗമായി ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ പ്രക്ഷോഭം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിന്തുണ നൽകി അവസാനിപ്പിക്കുകയല്ല SFIയും DYFIയും ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ. തുടർ പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്ത് ആ സമരത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടിയാണ് ഇത്തരം സംഘടനകളുടെ ഭാഗമായി ഉണ്ടാകുന്നത്. അല്ല, അത്തരമൊരു തീരുമാനങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. SFI ആണെങ്കിൽ രാജ്യവ്യാപകമായി ഇന്ന് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് അടഞ്ഞുകിടക്കും, അല്ലെങ്കിൽ ആ നിലയിൽ ഈ സമരത്തിന്റെ ഭാഗമാകുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവും വ്യക്തമാക്കിയിരുന്നു. ആ നിലയിൽ തന്നെയാണ് ഇന്ന് സമരവുമായി SFI ഉൾപ്പെടെയുള്ള സംഘടനകളെല്ലാം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ SFIയുടെ നേതൃത്വത്തിൽ നടത്തി. തിരുവനന്തപുരത്താണെങ്കിൽ അത് ലോക് ഭവനിലേക്കാണ് ആ പ്രതിഷേധ മാർച്ച് നടത്തിയത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കണ്ട് ഈ അവകാശ പത്രിക അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ അവകാശ പത്രിക കൈമാറുകയും ചെയ്തു. ആ അവകാശ പത്രികയിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളായി, ആവശ്യങ്ങളായി ഉന്നയിച്ചിട്ടുള്ളത് ഈ നടത്തിപ്പ് ചുമതലയുള്ള NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം എന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ, 102 ഇന ആവശ്യങ്ങൾ അടങ്ങിയ അവകാശ പത്രികയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചത്. അതുപോലെ തന്നെ ആ അവകാശ പത്രിക അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. ആ നിലയിൽ ഈ മാർച്ചിന് രാജ്യ തലസ്ഥാനത്താണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും വലിയ നിലയിൽ പോലീസിനെ ഉപയോഗിച്ചതിനെ അടിച്ചമർത്താനുള്ള ശ്രമം ഭരണകൂടം നിർവഹിക്കുകയും ചെയ്യുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസം SFIക്കെതിരായും വലിയ നിലയിൽ ജലപീരങ്കി ഉൾപ്പെടെ പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ ആ പോരാട്ടത്തിൽ നിന്ന് SFI ഒരിക്കലും പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. സ്വാഭാവികമായും തുടർ പ്രക്ഷോഭങ്ങളുമായി SFI മുന്നോട്ട് പോവുകയാണ്. വിവിധ തരത്തിലുള്ള സർഗാത്മക, ക്രിയാത്മക പരിപാടികളെല്ലാം തന്നെ SFI ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുകയാണ്. ഡൽഹി ചലോ എന്ന പേരിൽ ഡൽഹിയിലേക്ക് SFIയുടെ പ്രവർത്തകർ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോവുകയാണ്.